UDF ഭരണം തിരിച്ചുപിടിച്ച കൊച്ചിയിൽ 3 പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി വർഗീസിന് പുറമെ VK മിനിമോളും ഷൈനി മാത്യുവുമാണ് പരിഗണനയിൽ. മികച്ച ഭൂരിപക്ഷത്തിലേക്ക് കൊച്ചി കോർപ്പറേഷനിൽ UDF എത്തിയതോടുകൂടി തന്നെ കോൺഗ്രസിൽ മേയർ ആരാകും എന്നത് സംബന്ധിയായ കാര്യങ്ങൾക്കുള്ള സജീവ ചർച്ചയിലേക്കെല്ലാം തന്നെ കടന്നിരിക്കുന്നു. അതിൽ പല പേരുകൾ പരിഗണിക്കുന്നു. നേരത്തെയും ഉയർന്നു വന്ന പേരുകൾ തന്നെയാണ് ഇത്തവണ ഇപ്പോഴും മത്സരത്തിന് ശേഷം അവരെല്ലാം തന്നെ വിജയിച്ച് കയറിയതുകൊണ്ട് വളരെ സജീവമായിട്ട് നിൽക്കുന്നത്. അതിൽ KPCC വക്താവും ജനറൽ സെക്രട്ടറിയുമായ ദീപ്തി മേരി വർഗീസിൻ്റെ പേരാണ് പ്രഥമ പേരായിട്ട് ഉയർന്നു വരുന്നത്. മറ്റൊന്ന് VK മിനിമോളിൻ്റേതാണ്. മൂന്നാമത്തെ ടൈമിലേക്കാണ് ഇപ്പോൾ മത്സരിച്ച് ജയിക്കുന്നത്. നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളാണ്. ഒപ്പം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിജയിച്ച ഷൈനി മാത്യു കഴിഞ്ഞതിന് മുൻപുണ്ടായിരുന്ന കൗൺസിലിൽ അവർ ഫോർട്ട് കൊച്ചിയിൽ നിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് അന്ന് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട പേരുകാരിൽ ഒരാൾ ഷൈനി മാത്യു ആയിരുന്നു. പശ്ചിമ കൊച്ചിയിൽ നിന്നൊരാൾ വേണം, ഒരു പരിഗണന വേണമെന്ന ആവശ്യത്തോടു കൂടിയായിരുന്നു ഈ ഒരു പേര് ഉയർന്നു വരികയും ചെയ്തത്. എന്തായാലും ഈ 3 പേരും തന്നെയാണ് വളരെ സജീവമായിട്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ളത്. ആരാകും എന്നത് സംബന്ധിച്ച് അന്തിമമായ ഒരു തീരുമാനമെടുക്കുന്നത് KPCC എല്ലാം തന്നെ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും. പാർട്ടിയുടെ ഉന്നത സമിതി കൂടി ആലോചിച്ച ശേഷമായിരിക്കും. ജില്ലാ നേതൃത്വത്തിനും അത് നിർണായകമായ സ്വാധീനം ഈ തീരുമാനത്തിൽ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഹൈബി ഈഡനും DCC പ്രസിഡന്റ് ഷിയാസും എല്ലാം ഉൾപ്പെടുന്ന ഒരു സമിതി തന്നെയായിരിക്കും ഇക്കാര്യങ്ങളിലടക്കം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ശുപാർശകളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ഇതിൽ നിർണായകം തന്നെയാകും. എന്തായാലും മികച്ച ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞതിൻ്റെ ഒരു ആത്മവിശ്വാസവും സന്തോഷവും എല്ലാം തന്നെ കോൺഗ്രസിനും UDF സംവിധാനങ്ങൾക്കും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തീരുമാനവും വലിയ രീതിയിൽ ബഹളങ്ങളില്ലാതെ അല്ലെങ്കിൽ വാക്പോരില്ലാതെ തീർക്കണം എന്ന ഒരു നിർദ്ദേശവും പാർട്ടി നേതൃത്വത്തിൽ നിന്നുണ്ട്. അതുകൊണ്ട് ഈ പേരുകൾ തമ്മിലുള്ള ഒരു ചർച്ച വൈകാതെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. അതിൽ ദീപ്തി മേരി വർഗീസിന് തന്നെയാണ് കുറച്ചുകൂടി പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് അവർ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിൽ ഉള്ള ഒരാളാണ്, മുൻ കൗൺസിലറാണ്. ഒപ്പം തന്നെയും സംഘടനാപരമായും എല്ലാം തന്നെ വലിയ രീതിയിൽ സംഘാടന മികവെല്ലാം തന്നെ തെളിയിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ ഈ സംവിധാനങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് ഒരു കൊച്ചി മേയർ എന്നെല്ലാം തന്നെ പറയുമ്പോൾ ഈ ഭരണ പ്രാഗൽഭ്യത്തിനൊപ്പം തന്നെയാണ് രാഷ്ട്രീയപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക കൂടി അതിൽ കുറച്ച് പാകതയും എല്ലാം തന്നെ വേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിവിധ വിഷയങ്ങൾ സംബന്ധിയായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായി തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം തന്നെ യോജിപ്പിച്ച് കൊണ്ടുപോവുകയും വേണം. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരുപക്ഷെ ദീപ്തിയുടെ പേര് ഉയർന്നു വരാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. UDFനെ സംബന്ധിച്ച് ഒരു നേതൃത്വം കൂടി ആലോചിക്കും. ഇപ്പോൾ ജനങ്ങൾ വലിയ വിജയമാണ് എറണാകുളം കൊച്ചി നഗരത്തിൽ തന്നിരിക്കുന്നത്. അത് ജനങ്ങൾ അറിഞ്ഞു തന്നിരിക്കുന്ന വിജയമാണ്. വലിയ ഉത്തരവാദിത്തമാണ് UDFനെ സംബന്ധിച്ചുള്ളത്. ഈ നഗരത്തിൻ്റെ വികസനം, നഗരത്തിൻ്റെ സുരക്ഷിതത്വം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ജനങ്ങൾ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമുണ്ട് UDFന്. അപ്പോൾ അത് എങ്ങനെ വേണമെന്നുള്ളത് ഇനിയിപ്പോൾ നേതൃത്വം കൂടി ആലോചിച്ചായിരിക്കും തീരുമാനിക്കുക. VK മിനിമോളും ഈ രീതിയിൽ തന്നെ സമരരംഗത്തും അതോടൊപ്പം തന്നെ സംഘടനാ രംഗത്തും എല്ലാം തന്നെ സജീവമാണ്. മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമെല്ലാം തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവർക്കും ഒരു പരിഗണന വരുന്നു. ഇവർ തമ്മിലായിരിക്കും പ്രധാനപ്പെട്ട ഒരു മത്സരം ഉണ്ടാകുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഷൈനി മാത്യു നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയും ഇത്തരം ചർച്ചകൾ പലതും നടക്കുകയും അന്ന് ഒരു പിരീഡ് നിശ്ചയിക്കുകയും 2 പേർക്കും തമ്മിൽ, അതായത് അന്നുണ്ടായിരുന്ന സൗമിനി ജെയിൻ മേയർ, അതിനുശേഷം 2.5 വർഷത്തിന് ശേഷം ഷൈനി മാത്യുവിന് നൽകാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നതായാണ് പറയുന്നത്. പക്ഷെ അത്തരം ധാരണകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. കോൺഗ്രസിൽ ഒരു സമയത്ത് വലിയ രീതിയിലുള്ളൊരു പരസ്യ പ്രതിഷേധത്തിനടക്കം ഈ ഒരു വിഷയം നൽകുകയും ചെയ്തിരുന്നു. കൗൺസിലടക്കം ഈ ഒരു ഭിന്നിപ്പ് ശക്തമാകുന്ന ഒരു സാഹചര്യവും എല്ലാം തന്നെ കണ്ടതാണ്. എന്തായാലും അന്ന് ഉണ്ടായിരുന്ന ചില വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഷൈനി മാത്യുവിന് മേയർ സ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട മറ്റു വിവാദങ്ങളും അടക്കം വരികയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നടപ്പാക്കാൻ പറ്റാതെ പോയത് അന്ന് ചില നേതാക്കന്മാർ ഉറപ്പ് നൽകിയതായി പറയുന്നുണ്ട്. അപ്പോൾ ആ ആർഗ്യുമെൻ്റ് തന്നെ, ആ വാദങ്ങൾ തന്നെ വീണ്ടും ഉയർന്നു വന്നേക്കാം. എന്തായാലും അവരുടെ പേരും സജീവമാണ്. എങ്കിലും ഇതൊരു രാഷ്ട്രീയപരമായി കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം തന്നെയായിരിക്കും കൊച്ചി മേയർ ആരായിരിക്കുക എന്നത്. ആ പേരുകളിലുള്ള ചർച്ച വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും. വലിയ തലവേദനകളില്ലാതെ തന്നെ അത് ആ ഒരു പേരിലേക്ക് ചുരുങ്ങുക എന്നത് തന്നെയാണ് പാർട്ടി നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശവും.